ഇന്നത്തെ ലൈവ് എപ്പിസോഡ് കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നി. എന്തായാലും രണ്ട് മത്സരാർത്ഥികൾ ബിന്നിയും രണ ഫാത്തിമയും കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അനുമോളാണ് ശരി. കാരണം വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ അനുമോൾ ഏറ്റവും കൂടുതൽ മത്സരിച്ചുകൊണ്ടിരുന്നതും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതും ജിസേലിനെയാണ്. അതാണല്ലോ ഓരോ അവസ്ഥയിലേക്കും പോയത്. എന്തായാലും അതൊക്കെ സത്യമാണ് എന്നുള്ളത് അവർ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കരമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരത് തെളിയിച്ചു. എന്തായാലും ബിന്നിയും രണ ഫാത്തിമയും കൂടി ഇരുന്ന് പറയാണ് അനുമോളായിരുന്നു ശരി. കാരണം നമ്മളെയൊക്കെ ഒരു ദാസിപ്പണി പോലെ ആക്കിയിട്ട് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുമായിരുന്നു. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, അടുക്കളയിൽ കയറുന്നു, അങ്ങനെ പല പല കാര്യങ്ങളും അവർ മനസ്സിലാക്കി. അപ്പോൾ തന്നെ ഇന്ന് അടുക്കളയിൽ ജിസേൽ ഉണ്ടായിരുന്നു. ഏതായാലും ഏത് രംഗത്തിട്ട് കഴിഞ്ഞാലും, അതായത് വെസൽ ടീമിലിട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനിങ് ഇതിലിട്ട് കഴിഞ്ഞാലും അതൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ടോയ്ലറ്റ് ചെയ്യാൻ പറ്റില്ല, പാത്രം കഴുകാൻ പറ്റില്ല. എന്നാൽ എന്നും അടുക്കളയിലൊരു കാര്യത്തിന് എപ്പോഴും കുക്ക് ചെയ്യാൻ ജിസേൽ മുന്നിട്ടുണ്ടാവും. എല്ലാം ഭയങ്കരമായി അയ്യോ കോഫി വേണോ, ചായ വേണോ, അല്ല ചപ്പാത്തി വേണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരെയും സുഖിപ്പിച്ച് കയ്യിലെടുത്ത് ഏത് ടീമായാലും ക്യാപ്റ്റൻ ഏത് ടീം തിരിച്ചാലും അതിന് നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇതെന്താ ജിസേൽ അടുക്കളയിൽ തന്നെയാണോ? ഏതായാലും അടുക്കള അങ്ങനെ ഭരിച്ച് മുന്നേറുമ്പോൾ ഇതിനൊക്കെ നമ്മുടെ അനു കുറ്റപ്പെടുത്തിയപ്പോൾ എല്ലാവരും അനുവിനെതിരായിരുന്നു. എന്നാലിപ്പോൾ ഇത് അക്കിടിയാണ്, ഇതൊരു വല്ലാത്ത മോശം പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയ ബിന്നി ഇന്ന് ഭയങ്കരമായി ചൂടായി. ഭയങ്കര ശക്തി ആർജിച്ച ഒരു ചൂട് തന്നെയായിരുന്നു. എന്തായാലും ജിസേലിനെ അടുക്കളയിൽ നിന്ന് പുറത്താക്കി. അത് അങ്ങോളം അങ്ങ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇവർക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കണം. ഇത് ബോംബെയിൽ നിന്ന് വന്ന സുന്ദരിയായൊരു മോഡൽ എന്നുള്ളതാണോ അവിടെയുള്ള പുരുഷ മത്സരാർത്ഥികൾക്കൊക്കെ ജിസേലിന് കാണുന്ന കഴിവ്? അല്ല എങ്കിൽ ഒരു പെണ്ണിൻ്റെ പുറകെ ഇതുപോലെ നടക്കുന്ന കുറച്ച് പുരുഷ മത്സരാർത്ഥികളാണോ? പെൺകുട്ടികളും ഉണ്ട്, അവരും ഇതുപോലെ വലിയ ബിസിനസ്സുകാരി, മോഡൽ, സുന്ദരി ഇതൊക്കെ കൊണ്ടാണോ ഇവരുടെ കാല് പോലും മസാജ് ചെയ്ത് ദാസിപ്പണി പോലെയായിരുന്നു രണയുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞാലും അനുവിനെ എതിർക്കുക. ഇപ്പോൾ രാവിലെ ഒരു തമാശയായി ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ ഗ്യാസ് തീർന്നു, അത് അനുമോൾ എന്തോ ചെയ്തിട്ടാണ്. രാവിലെ വെള്ളമില്ല പൈപ്പിൽ, അത് പൈപ്പ് അനുമോൾ കട്ട് ചെയ്തിട്ടാണ് എന്നിങ്ങനെയുള്ളത് പോലും ഇവർ പറയുന്നൊരു സ്ഥിതിയിലേക്കാണ് അനുമോളുടെ കൂടെ ഇവർ നിൽക്കുന്നത്. എന്ത് ചെയ്താലും അനുമോൾ ചെയ്തു കഴിഞ്ഞാൽ കുറ്റം, അതേസമയത്ത് ജിസേൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് കുറ്റമില്ല. പുരുഷ മത്സരാർത്ഥികളൊന്നും അനുവിനെ പറയാത്തതായിട്ടൊന്നുമില്ല. എന്നാൽ ജിസേൽ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് ഒനീലെന്ന് പറയുന്നയാൾ, അക്ബർ, എല്ലാവരും ഇങ്ങനെ ഒരു മത്സരാർത്ഥിയുടെ മുമ്പിൽ അടിമയെ പോലെ ജിസേൽ എന്ത് പറഞ്ഞാലും ആഹാ എന്നുള്ള രീതിയിലാണ് കളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് പേർക്ക് ജിസേലിൻ്റെ തെറ്റ് അവൾ എല്ലാവരെയും യൂസ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലായി. എന്തായാലും ഞാൻ ചോദിക്കുമ്പോൾ ഈ ജിസേൽ ബോംബെയിൽ നിന്ന് പല പല റിയാലിറ്റി ഷോയിലുകൾ, അതുപോലെ തന്നെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ മത്സരിച്ചൊരു പെണ്ണാണ്. അപ്പോൾ അവർക്ക് ഇതെങ്ങനെ നിൽക്കണം, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ അറിവോടുകൂടി തന്നെയാണ് ഇവരിതുപോലെ ഭയങ്കരമായി ഞാൻ എല്ലാവർക്കും ഫുഡ് എടുത്ത് കൊടുക്കുന്നു, ഞാൻ കൂടുതലൊന്നും പറയില്ല, ഞാൻ പാവമാണ് എന്നുള്ള രീതിയിലാണ് ആ ഹൗസിൽ നിൽക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടാത്ത അനുമോൾ കൃത്യമായി കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആർക്കും തന്നെ അനുമോളെ ഇഷ്ടമല്ല. എല്ലാവരും ജിസേലിൻ്റെ ബാക്ക് പോയി. ഇനി ഏതായാലും അനുഭവിക്കണം. ഈ ഒരു മാസവും ദിവസങ്ങളും ആയപ്പോഴാണല്ലോ ബിന്നിക്കും റെനയ്ക്കൊക്കെ മനസ്സിലായി തുടങ്ങിയത്. എന്നാൽ ബിന്നി ഇന്ന് ഭയങ്കരമായി അത് പ്രതികരിക്കുമ്പോൾ റെന അത്രത്തോളം ആദ്യം പോയില്ല. കാരണം പേടി. എന്തായാലും രണ ഫാത്തിമയ്ക്ക് ഒരു ചെറിയൊരു പേടിയുണ്ട്. ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കണം? കാരണം ഒരു മാസമായിട്ട് ജിസേലിനെ പൊക്കി പറഞ്ഞ് ഇൻകുലാബ് വിളിച്ച് നിൽക്കുകയായിരുന്നല്ലോ ഈ ഹൗസിൻ്റെ അകത്ത്. രണക്ക് വേണ്ടി രണ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ? രണ ഫാത്തിമ കളിച്ചത് മുഴുവനും ജിസേലിൻ്റെ കാല് മസാജ് ചെയ്ത് കൊടുത്തും ജിസേലിന് മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു അവിടെ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മളൊന്നും ഇതുവരെ കളിച്ചിട്ടില്ല. ബിന്നിക്കും മനസ്സിലായി. ഏതായാലും ബിന്നി പോവണം, കുത്തിത്തിരിപ്പ് കളിക്കുന്നു, അവിടെ പോയി പറയുന്നു, എന്നാൽ ആരുടെയും മുമ്പിൽ നിന്നൊന്നും സംസാരിക്കാത്തപ്പോൾ ബിന്നി എന്തായാലും ഔട്ടായി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ ബിന്നി കുറച്ചു കാലം കൂടി അവിടെ നിൽക്കണം. ഇതേപോലെ ജിസേലിനെയൊക്കെ എതിർത്ത് അവിടെ നിൽക്കുകയാണെങ്കിൽ ബിന്നി കുറച്ചും കൂടി അവിടെ നിൽക്കണം എന്തായാലും എന്നുള്ളൊരാഗ്രഹം വന്നിട്ടുണ്ട്. കാരണം ഇന്ന് അടുക്കളയിൽ നിന്ന് ജിസേലിനെ ഓടിക്കാൻ ബിന്നിക്കായിട്ടുണ്ട്. എന്തായാലും ഗ്യാസ് പോലും തൊട്ടു പോകരുത്, ഒരു കോഫി പോലും ഉണ്ടാക്കരുത്
എന്നുള്ള രീതിയിൽ വിജയിക്കാൻ ഏതായാലും ബിന്നിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ദിവസത്തേക്കാണോ, നാളെ മുതലേ എല്ലാവരും ബിന്നിക്ക് സപ്പോർട്ട് ചെയ്യാതെ ജിസേലിന് തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ജിസേൽ അവിടെ തന്നെ എത്തും. എന്തായാലും അത് മോശം തന്നെയല്ലേ? എല്ലാവരും കൃത്യമായി അവരവരുടെ ജോലി ചെയ്യുമ്പോൾ ജിസേലിന് മാത്രം പാത്രം കഴുകാൻ വയ്യ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വയ്യ, ഇങ്ങനെയൊക്കെയായിരുന്നു ജിസേൽ. എന്നാൽ അടുക്കളയിൽ നിൽക്കാൻ പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുന്നത്, എന്തൊരു സ്വഭാവമാണ്, എല്ലാവർക്കും ഫുഡ്. പല പ്രേക്ഷകരും ഓരോ കമൻറ്റിൽ എഴുതിയിട്ടും കണ്ടിട്ടുണ്ട്, ജിസേലിനെ നോക്കി പഠിക്ക്. അന്ന് മോഹൻലാലും പറഞ്ഞു. പക്ഷേ ഇതൊക്കെ സൈലൻറ്റ് കില്ലർ എന്നുള്ളത് പോലെ ജിസേലിൻ്റെ ഒരു വിജയമാണ്. ജിസേലിൻ്റെ കളി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ജിസേലിനെ ആരും കുറ്റപ്പെടുത്താതെ എല്ലാവരും അനുമോളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഇനി ഓരോരുത്തർക്കും മനസ്സിലാവും അനുമോളായിരുന്നു ശരിയെന്ന്. മോഹൻലാലും ബിഗ് ബോസും ചില പ്രേക്ഷകരും അതുപോലെ തന്നെ അതിനുള്ളിലുള്ള മത്സരാർത്ഥികൾ മുഴുവനും അനുമോളെ കുറ്റപ്പെടുത്തിയൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ആര്യനും ജിസേലും തമ്മിലുള്ളൊരു കാര്യം. അതും കൂടെ ഏതായാലും ഇവർക്ക് തെളിയുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാരണം കുറച്ചൊക്കെയല്ലേ ഇവരിത് ശ്രദ്ധിക്കാതെ നിന്നിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അനുമോൾ പുറത്ത് വളരെ ഇതാണ്, അല്ല എങ്കിൽ മോഹൻലാൽ കുറ്റം പറയുകയാണല്ലോ എന്ന് വിചാരിച്ച് അത്ര വരെ സ്നേഹത്തോടു കൂടി, സ്നേഹമെന്ന് പറയാൻ പറ്റില്ല, മുമ്പിൽ സ്നേഹം കാണിച്ചു നിന്ന പലരും അതിന് ശേഷം അനുമോളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായി. എന്തായാലും ഒരു മാസമായിട്ട് ജിസേലിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന അനുമോൾക്ക് ഇന്ന് അതൊക്കെ കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ ഒരു മൂലയിലിരുന്ന് ഒരു കൗതുകത്തോടു കൂടി, ഒരു ഗൂഢമായ ഒരു ചിരിയോടുകൂടി ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് അനുമോൾ. ഇപ്പോൾ അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട്, പലർക്കും ഇത് മനസ്സിലായി എന്നുള്ളത്. അതുകൊണ്ട് അവർ തീർക്കട്ടെ എന്നുള്ളൊരു ഭാവത്തിലാണോ, അതോ അനുമോൾ ഒതുങ്ങിപ്പോയോ? അന്ന് മോഹൻലാലിൻ്റെ ചീത്ത പറയലും കുറ്റപ്പെടുത്തലൊക്കെ കേട്ടപ്പോൾ അനുമോൾ ഒതുങ്ങിപ്പോയോ? പക്ഷേ എനിക്ക് തോന്നുന്നില്ല അനുമോൾ ഒതുങ്ങിപ്പോയതാണ് എന്നുള്ളത്. 2 ദിവസം ഒരു റെസ്റ്റ് എടുത്തിട്ട് അനുമോൾ തീയായി തന്നെ പുറത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരുന്ന് കാണാം.